നിസ്കാരത്തിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്നതോ അല്ലെങ്കിൽ തിരക്ക് മൂലം ഒഴിവാക്കുന്നതോ ആയ ഒരുപാട് സുന്നത്തുകളുണ്ട്. ഈ സുന്നത്തുകൾ നിസ്കാരത്തിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുകയും കൂടാതെ കൂടുതൽ ഖുശൂ ലഭിക്കാനും സഹായിക്കും. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന പ്രധാനപ്പെട്ട ചില സുന്നത്തുകളൊന്ന് നോക്കാം. തക്ബീറത്തുൽ ഇഹ്റാമിന് മുന്നേ ഒന്ന് മിസ്വാക്ക് ചെയ്യുക. നിസ്കാരത്തിന് മുന്നേ പല്ല് ശുദ്ധിയാക്കുന്നത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. മുമ്പിലൂടെ ആരും നടക്കാതിരിക്കാൻ വേണ്ടി ഒരു മാറ അല്ലെങ്കിൽ വടി എന്തെങ്കിലും നിശ്ചയിച്ച് അതിന് അഭിമുഖമായിട്ട് നിസ്കരിക്കുക. പിന്നെ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ വജ്ജഹത്ത് ഊത, ദുആഉൽ ഇഫ്തിതാഹ് ഊത. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പായിട്ട് വജ്ജഹത്ത് ഊത. വജ്ജഹത്ത് ഓതിന് ശേഷം അഊദ് ഊതുക. എന്നിവയൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. ഇനി നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. കൈകൾ കെട്ടുക. വലത് കൈ ഇടത് കൈയുടെ മുകളിൽ വെച്ച് നെഞ്ചിൻ്റെ താഴെയായിട്ട് കെട്ടുന്നത് സുന്നത്തുള്ള കാര്യമാണ്. നിസ്കാരത്തിൽ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്തേക്കായിരിക്കുന്നത് സുന്നത്തുള്ള കാര്യമാണ്. അതേപോലെ ആമീൻ ഉറക്കെ പറയുക. ശബ്ദമുയർത്തി ഓതുന്ന, അതായത് ഫജ്ർ, മഗ്രിബ്, ഇശാ നിസ്കാരങ്ങളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയുന്ന സമയത്ത് ഉറക്കെ പറയുക. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് കൂടി ഓതുക. ഇനി റുക്കൂയിലും സുജൂദിലും തക്ബീറുകൾ പൂർണ്ണമാക്കുക. റുക്കൂയിലേക്കോ സുജൂദിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് ദിക്ർ തുടങ്ങുകയും അത് അവസാനിക്കുന്ന സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുക. റുക്കൂയിലും സുജൂദിലും 3 തവണ വീതം ചെല്ലുന്നത് സുന്നത്താണ്. സുജൂദിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമാണ്. അവിടെ വെച്ച് കൂടുതൽ പ്രാർത്ഥിക്കുന്നത് സുന്നത്തുള്ള കാര്യമാണ്. ആദ്യത്തെ അത്തഹിയ്യാത്തിൽ, അതേപോലെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കുക. അവസാനത്തെ അത്തഹിയ്യാത്തിൽ തവർറുക്കിൻ്റെ ഇരുത്തം ഇരിക്കുക. അതുപോലെ അത്തഹിയ്യാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്ത് ചൂണ്ടുവിരൽ ഉയർത്തുക. പിന്നെ സലാമിന് ശേഷം ദിക്റുകളും ദുആയും. സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകാതെ അല്പസമയം ഇരുന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് 3 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 33 തവണ വീതം ചൊല്ലി ആയത്തുൽ കുർസി ഓതി ദുആ ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്.